ഹലോ ഓൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സോ ഇന്ന് ഞാൻ ലൈവിൽ വന്നിരുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയങ്കരനായ ചാലക്കുടിക്കാരൻ ചങ്ങാതി ബെൻസ് 100 അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു സകല കലാവല്ലഭനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മണിച്ചേട്ടൻ ഒരു നാടൻപാട്ടിൻ്റെ കലാകാരൻ എന്നതിലുപരി നടൻ, വില്ലൻ, കൊമേഡിയൻ, സിംഗർ, അങ്ങനെ എല്ലാമാണ് ആൾ. അതിലുപരി ഒരു വലിയ ഒരു സ്ട്രോങ് ആയ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും. സോ ആളുടെ ഈ ഒരു ഓർമ്മ ദിനത്തിൽ ആൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ഓർക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ ലൈവിൽ വന്നിരുന്നു ലാലേട്ടൻ്റെ അപ്ഡേഷൻ കണ്ടിട്ട് മണിച്ചേട്ടന് വേണ്ടിയിട്ട്. സോ എന്താ പറയുക, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മണിച്ചേട്ടൻ്റെ വീടിനോട് ചേർന്ന് ഒരു നൃത്തം അല്ലെങ്കിൽ ഒരുപാട് കലകളുടെ ഒരു കലാലയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇനാഗ്രേഷൻ്റെ സമയത്ത് എനിക്കും അതിൽ പങ്കുകാരിയാവാനായിട്ട് സാധിച്ചു. ആ ഒരു നിമിഷത്തിലാണ് പേഴ്സണലി മണിച്ചേട്ടനായിട്ട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ സാധിച്ചത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ കയ്യിൽ നിന്നൊരു ഷേക്ക് ഹാൻഡ് കിട്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ വ്യക്തികളും തരുന്നേക്കാളും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആളുടെ ഒരു ഷേക്ക് ഹാൻഡ് ആളെപ്പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഷേക്ക് ഹാൻഡായിരുന്നു. കുറേ നാൾക്ക് ശേഷം ടി വിയിൽ ഇങ്ങനെ കണ്ടത് നമ്മുടെ സിനിമാ നടൻ മുകേഷ് പറയുന്നത് മണിയുടെ ഒരു ഷേക്ക് ഹാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് ആയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ, അതാണ് അന്ന് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതൊരു 15 മിനിറ്റ് നമുക്ക് പെയിൻഫുള്ളായിരിക്കും. അങ്ങനെ അത് ആളുടെ ബോഡി കൈ ഭയങ്കര തഴമ്പൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയി ഒരുപാട് അധ്വാനിച്ച് പണിയെടുത്ത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആയതുകൊണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മണിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ലാസ്റ്റ് ഒരു ടോക്കിൻ്റെ അവസാനം പറഞ്ഞു, മോളുടെ കല്യാണം ആകുമ്പോൾ വിളിക്ക്, മണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ മണിച്ചേട്ടൻ വരും, വിളിച്ചാൽ വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ആൾ മരണപ്പെടുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ, എസ്പെഷ്യലി 90s കിഡ്സിന് നന്നായിട്ട് അറിയാം. നമ്മുടെ എല്ലാവരുടെയും വിചാരമായിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ. എന്തെടുത്ത് കഴിഞ്ഞാലും കാണാം. ആ ഒരു മരണം എല്ലാവരെയും നടുക്കിയിരുന്നു. കലാ മേഖലയിൽ മാത്രമല്ല, ഓരോ വ്യക്തികളിലും അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും ഈ മീഡിയാസിൽ കൂടെ കണ്ടതാണ് ആളുടെ ഒരു മരണവും കാര്യങ്ങളും, അത്രയും ജനങ്ങളും കാര്യങ്ങളെല്ലാം. സോ ഓരോ ഫങ്ഷനുകളും ഒരു വർഷത്തിൽ എന്തൊക്കെ സെലിബ്രേഷൻ ഉണ്ടോ അതെല്ലാം അതിഗംഭീരമായി കൊണ്ടാടുന്നത് ആളുടെ ചാലക്കുടി എന്ന് പറഞ്ഞ ദേശം. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ നമ്മൾ ചാലക്കുടിയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അപ്പോൾ കാണാനായിട്ട് സാധിക്കും ചാലക്കുടിക്കാരൻ മണിയുടെ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട്. ചാലക്കുടി എന്ന് ഓർക്കുമ്പോൾ ലോകമെമ്പാടുള്ള എല്ലാവർക്കും ജനതകൾക്ക് ഓർക്കുന്നത് കലാഭവൻ തന്നെയാണ്. അത് ഈച്ച് ആൻഡ് എവ്രി വൺ, എന്താ പറയുക, ആ ഒരു പവർഫുള്ളായിട്ടുള്ള മനുഷ്യനായിരുന്നു. മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. മെല്ലെ മാഞ്ഞു. അത് ഞാൻ ഇതിൽ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം. ഒരു പ്രോഗ്രാമിൽ മണിച്ചേട്ടൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫറിനോട് പറയുന്നുണ്ട്, ഈ ഫോട്ടോ എടുത്തിട്ട് നീ ഞാൻ മരിച്ചു എന്ന് പറയുമെന്ന്. പക്ഷെ അതെന്തോ അറം പറ്റിയ പോലെ ഒക്കെ എനിക്കങ്ങനെ തോന്നുന്നു. ഇനി നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. നമുക്ക് എത്രയൊക്കെ പൈസ ഉണ്ടായാലും, ഞാനടങ്ങുന്ന എല്ലാവരും കേട്ടോ, ഹെൽത്തി ആയിട്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. വിചാരങ്ങൾ കൊണ്ടും എല്ലാം എന്താ പറയുക, കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. സോ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ. നമുക്ക് ഇന്നേ ദിവസം ഓർക്കാം. ലാസ്റ്റ് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ട്. ഏകദേശം ഒരു മരണമൊക്കെ ബന്ധപ്പെട്ട പാട്ടുകൾ, അങ്ങനെ കുറേ പാട്ടുകൾ ആ ഒരു പാട്ട് വെച്ച് കുറേ വീഡിയോസൊക്കെ മണിച്ചേട്ടൻ്റെ
ആ കാലഘട്ടത്തിൽ ആ ഒരു ടൈമിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ പുള്ളി എന്നും ജീവിക്കും അല്ലേ. പുതിയ ജനറേഷൻ്റെ കാര്യം എനിക്കറിയില്ല. അങ്ങനെ ഇപ്പോൾ വാക്കുകൾ കിട്ടില്ല, ഒരുപാട് പറയാനുണ്ട് മണിച്ചേട്ടനെ കുറിച്ച്. പക്ഷേ നമ്മൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മിന്നിമായുന്ന ആളുടെ ഒരുപാട് പാട്ടുകൾ, ഓടപ്പഴം, കണ്ണിമാങ്ങ പ്രായത്തിൽ, ചാലക്കുടിക്കാരൻ, ഒരുപാട് അല്ലേ. അങ്ങനെ ആളുടെ എനിവേ അത്രേ ഉള്ളൂ. താങ്ക് യു മണിച്ചേട്ടാ, ഞങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട് ഓർമ്മയിൽ. താങ്ക് യു.